Good afternoon. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ആരൊന്നും പറയുന്നില്ലല്ലോ. മൈക്ക് ഓൺ ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. നമ്മളുടെ ചാപ്റ്റർ തീർന്നില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു മാം. ആ ഓക്കെ, എല്ലാവരും വായിച്ചോ? വായിച്ചു. മനസ്സിലായി? എളുപ്പമാണ്. ടഫുണ്ടോ പഠിക്കാനായിട്ട്? ഇല്ല, ഓക്കെ ആണ്. എന്താ മിണ്ടാത്തെ? എളുപ്പമാണോ അല്ലെങ്കിൽ ടഫാണോ? അല്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണോ? ഓക്കെ ആണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ചോദിക്കാന്ന്. ഞാൻ ചോദിക്കാം. എന്ന് എന്തായാലും ഞാൻ കഴിഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിന്റെ പേര് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് കേട്ടോ. അതാണ് ചാപ്റ്ററിന്റെ പേര്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ, വർക്ക് ഫ്ലോ അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലായാലും നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ ആണെങ്കിൽ പ്രത്യേകിച്ചും റിസപ്ഷൻ അല്ലെ? അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ അതിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ ആദ്യം തന്നെ വർക്ക് ഫ്ലോയുടെ താഴെയായിട്ട് ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താ പറയുന്നത് അവിടെ? അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. രാജാക്കന്മാരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുതെന്നാണ് പറയുന്നത്. അവര് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റൽ ആയാലും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അവിടെയുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരെ രാജാക്കന്മാരെ പോലെ ട്രീറ്റ് ചെയ്യണം. അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഇൻവൈറ്റബിൾ പാർട്ടാണ്. ഇൻവൈറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണെന്ന് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് തന്നെ ആവണമെന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. ഏതൊരു സ്ഥാപനമായാലും അവിടെയുള്ള റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു ഇൻവൈറ്റബിൾ പാർട്ടാണ് ആ സ്ഥാപനത്തിന്റെ. ഓക്കെ, അതൊന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്താണ്? ഒരു ഹെൽത്ത് കെയർ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ്.
ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സുമായും അതുപോലെ നഴ്സുമാരുമായും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അല്ലെ? ഡോക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനായാലും ഇവര് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാറുണ്ട്. നഴ്സുമാർക്കായാലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾക്കും ഒക്കെ എന്ത് ചെയ്യണം? ഇവരെ ആശ്രയിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോ ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ വരുന്ന പേഷ്യൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള ഒരു നടത്തിപ്പിന്, നല്ല രീതിയിലുള്ള ഒരു ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കാര്യമായിട്ടുള്ള റോൾ ഇവിടെ വഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കേട്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ഇൻവൈറ്റബിൾ പാർട്ടാണ് ഒരു ഹെൽത്ത് കെയർ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടേഴ്സും നേഴ്സും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഇവരെ ആശ്രയിച്ചിട്ടാണ് രോഗികളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ആശുപത്രിയെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. ആദ്യം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, ഒരു പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് തമ്പ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഴിഞ്ഞു. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് പ്രധാനമായിട്ട് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം, എന്നാൽ ഞാൻ ഒന്നും കൂടി വായിക്കാം. ഡിഫറെന്റ് ഫ്രം അതർ ഹെൽത്ത് സർവീസ് ഇൻഡസ്ട്രി, different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospitals impatient, anxious, and curious. Here comes the importance or necessity of handling such patients or their family members with a more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. അതായത് മറ്റ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ മറ്റ് സർവീസ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ആളുകൾ എന്തിനാണ് അവിടേക്ക് വരുന്നത്? ആളുകള് ഒന്നില്ലെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനോ അസുഖം മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ ആളുകൾ വരുന്നത്, അല്ലെ? എനിക്കിപ്പോ പെട്ടെന്ന് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലുള്ളവർക്കോ പെട്ടെന്ന് ഒരു അസുഖം വന്നു, ഞാൻ എവിടേക്കാണ് പോവാ? ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുക, അല്ലെ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെയധികം വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക. അപ്പൊ നമ്മുടെ മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? നമ്മൾ ഇംപേഷ്യന്റ് ആയിരിക്കാം. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷമരായിരിക്കാം. നമുക്ക് ഒട്ടും തന്നെ
ക്ഷമ ഉണ്ടാവില്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് എവിടെയെങ്കിലും ചടഞ്ഞുകൂടി കിടക്കണം, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്നൊക്കെയല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഭയങ്കരമായിട്ട് ചിരിക്കാനോ സന്തോഷിക്കാനോ നമുക്ക് പറ്റുമോ ആ ഒരു സിറ്റുവേഷനിൽ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇംപേഷ്യന്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ആൻഷ്യസ്, ആകാംക്ഷ, നമുക്ക് ഭയങ്കര ആകാംക്ഷ ആയിരിക്കുള്ളൂ. അയ്യോ എന്റെ രോഗം എന്താണ്, എനിക്ക് വലിയ മാരക രോഗമാണോ, ഞാനിപ്പോ മരിച്ചു പോവോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക. അതുപോലെ തന്നെ ജിജ്ഞാസ, ക്യൂരിയസ്, നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാകും. എന്ത് പറ്റി, എന്താണ് എനിക്ക് അറിയാനുള്ള ഒരു വ്യഗ്രത, അതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു 3 കണ്ടീഷനിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം അല്ലെ. ആ വ്യക്തി എന്ന് പറയുന്നത് പേഷ്യൻസിന്, അതായത് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ മാത്രമല്ല, പേഷ്യൻസിന് മാത്രമല്ല ഇങ്ങനെയുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. ഇംപേഷ്യന്റും ആൻഷ്യസും അതുപോലെ ക്യൂരിയസും ആയിട്ടിരിക്കുന്നത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സും ആയിരിക്കാം. അപ്പൊ അവർക്കും എന്തുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം അവർക്ക്. അതായത് ആ ജോലിയോടുള്ള, തൊഴിൽപരമായിട്ട് ആ ജോലി ചെയ്യാനുള്ള, അറിയാലോ നമുക്ക് മീനിങ് എന്താണെന്ന്, ആ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ സിമ്പത്തി ഉണ്ടായിരിക്കണം, അതുപോലെ എംപതി ഉണ്ടായിരിക്കണം, കേർട്ടസി എന്ന് പറഞ്ഞാൽ എന്താണ്, മര്യാദ അല്ലെ. ഇപ്പൊ സിമ്പതി, എംപതി, കേർട്ടസി, അപ്പൊ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പേഷ്യൻസ്, അതായത് ഇംപേഷ്യന്റ് ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്താണ്, മറ്റ് സർവീസ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. മറ്റ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ് ഇത്, ഇങ്ങനെയുള്ള ആളുകളായിട്ടാണ് ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഗുണങ്ങളും ഇവർക്ക് വേണ്ടതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. Then അടുത്തത്, the front office is a department of the hospital which directly makes contacts with the patients where they first arrive. The staffs of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all the patients of the hospital. It also plays an important role in forming overall impressions of the service provided by the organization. The front office department എന്ന് പറയുന്നത് ആളുകൾ, പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് അവർ ആദ്യമേ വരുന്ന ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഫസ്റ്റ് ചെല്ലുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ രോഗികളുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് ഉള്ളത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, അപ്പോ ഇവിടെയുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. അതായത് രോഗികളോട് പെരുമാറുക ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് പെരുമാറുക. ഇത് ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ഓർഗനൈസേഷന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത, ആ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിലെ രോഗികളുടെ ഇൻഫോർമേഷൻസും അവരുടെ റെക്കോർഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലാണ് രോഗികളുടെ റെക്കോർഡും രോഗികളുടെ ഇൻഫോർമേഷനും ഒക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ also play an important role in forming overall impressions of the service provided by the organization. ഒരു ഓർഗനൈസേഷന്റെ ഇംപ്രഷൻ രൂപപ്പെടുത്തുന്നതിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്.
അതായത് മൊത്തത്തിലുള്ള ആ സ്ഥാപനത്തിന്റെ ഇംപ്രഷൻ മെച്ചപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് ആളുകൾക്ക് ഒരു ഇംപ്രഷൻ തോന്നണമെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള് നേരാവണ്ണം പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ സ്ഥാപനത്തിനൊരു ഇംപ്രഷൻ മറ്റുള്ളവർക്ക് തോന്നുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഞാൻ എന്തൊക്കെ പോയിന്റാ പറഞ്ഞത്? സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇന്ററാക്ട് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ റെക്കോർഡുകളും ഇൻഫോർമേഷൻസും എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓവറോൾ ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, then third paragraph. The front desk position is often the first person that the patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. അതായത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അല്ലെങ്കിൽ എന്താ ഒരു അദ്ദേഹം ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. പേഷ്യൻസും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇവരുമായിട്ടാണ് ആദ്യം എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യുക. ഇവരുടെ അടുത്താണ് ആദ്യം ചെല്ലുന്നത്, അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടായിരിക്കും ആദ്യം ഇന്ററാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പോയിന്റ്. ഫേസ് ആൻഡ് വോയിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് ചോദിക്കാം. അപ്പോ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിനെയാണ് അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഫേസ് ആൻഡ് വോയിസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആര് വരുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള് വരുന്നുണ്ട്. അപ്പൊ ഫേസ് ആൻഡ് വോയിസ് ആണ്, അതുകൂടാതെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് ആര് വർക്ക് ചെയ്യുന്നു? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ ഇതൊന്ന് നിങ്ങൾ വായിക്കുക. വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? ഒരു 4 പോയിന്റ് ഉണ്ട്, ആ പോയിന്റുകൾ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ് കസ്റ്റമർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് കസ്റ്റമർ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, a customer is referred to as individual or households that purchase goods and services generated within the economy. ഒരു എക്കോണമിയിൽ നിന്ന് മീൻസ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയോ ഹൗസ് ഹോൾഡ്സിനെയോ നമുക്ക് എന്ത് പറയാം? കസ്റ്റമർ എന്ന് വിളിക്കാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു എക്കോണമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെയാണ് കസ്റ്റമർ എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സ് ആണ് അല്ലെ. കാരണം എന്താണ്, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കൈപ്പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊക്കെ എന്താണ്, കസ്റ്റമർ ആണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇതിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരാണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ? ഒന്ന് കമന്റ് ചെയ്തേ. ആരായിരിക്കും ഹോസ്പിറ്റലിലെ കസ്റ്റമർ? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. Then second point, the word is historically derived from custom, meaning habit. A customer is someone who frequently consults a particular shop and makes it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchases in the future. അതായത് ഒരു എന്താ പറയാ, കസ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കസ്റ്റം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? കസ്റ്റം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. ഹാബിറ്റ് എന്നാണ് അതിന്റെ മീനിങ് വരിക. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് അവര് ഫ്രീക്വന്റ്ലി ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ പോകുന്നുണ്ടാകാം അല്ലെ. നമ്മളൊക്കെ ആയാല് നമ്മൾ എന്താ ചെയ്യാ, നമ്മളൊരു ഷോപ്പിൽ ചെല്ലുന്നു, നമ്മൾ ആ ഷോപ്പിലെ സാധനങ്ങളൊക്കെ നമ്മൾ ഇഷ്ടമായി, അവിടെയുള്ള ആളുകളെ നമുക്ക് ഇഷ്ടമായി, നമ്മൾ വീണ്ടും അവിടേക്കല്ലേ ചെല്ലുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നേ? സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഷോപ്പുകൾ ഉണ്ടാവില്ലേ? ഇല്ലേ? അങ്ങനെയാണോ? ആ അതെ. നമ്മൾക്ക് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വീണ്ടും വീണ്ടും പോകും. അത് അവിടുത്തെ സാധനങ്ങൾ നല്ലതായത് കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുടെ ബിഹേവിയർ കൊണ്ടാണോ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? അതൊന്ന് കമന്റ് ചെയ്തേ നിങ്ങള്, ഒന്ന് പറഞ്ഞേ നിങ്ങള്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നേ? കമന്റ് ചെയ്ത് പറ കേട്ടോ. ആ, സ്റ്റാഫ് നല്ലതായിരിക്കും, പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, രണ്ടിനും ക്വാളിറ്റി ഉണ്ടാകും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ്. അതൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു കടയില് നല്ല രീതിയിലുള്ള സാധനങ്ങളുണ്ട്, കുറേയധികം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അവര് നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറുന്നു. എത്ര നല്ല സാധനങ്ങൾ കിട്ടുന്ന കടയാണെങ്കിലും രണ്ടാമതൊരു പ്രാവശ്യം നമ്മൾ വീണ്ടും അവിടെ പോവോ? നിങ്ങളാണെങ്കിൽ പോവോ? ഇല്ല, ഒരിക്കലും പോവില്ല. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് എത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞാലും അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മളെ നല്ലോണം ട്രീറ്റ് ചെയ്യണം അല്ലെ, റീസർവ് ചെയ്യണം. എന്നാൽ മാത്രമാണ് രണ്ടാമതൊരു തവണ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയും അത് തന്നെയാ പറയുന്നേ. ഒരു ഷോപ്പില് നമ്മൾ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആ സ്റ്റാഫ് നമ്മളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുക. എന്നിട്ട് നമ്മൾ അവിടെ സ്ഥിരമായിട്ട് പോകും. ഇനി നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അവർക്കറിയാം, സ്റ്റാഫുകൾക്ക് അറിയാം, അല്ലെങ്കിൽ ആ കടയുടെ ഓണർക്ക് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർക്ക് അറിയാനായിട്ട് സാധിക്കും, ഇദ്ദേഹം ഇവിടെ തന്നെയാണ് ഇനി വരികയുള്ളൂ. ഇദ്ദേഹവുമായിട്ട് ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ബന്ധം അവർ കാത്തു സൂക്ഷിക്കുന്നത്? എന്തിനാണ്? ഈ നമ്മുടെ PDF തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ട്. അതായത് ഭാവിയിൽ ഇദ്ദേഹവുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്, ഈ കസ്റ്റമറുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഷോപ്പ് കീപ്പർ വെക്കുവാണെങ്കിൽ അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ ആ ഷോപ്പിൽ മാത്രമേ വരികയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് നടക്കും? അവിടെ ഫ്യൂച്ചർ പർച്ചേസ് അവിടെ നടക്കുന്നതാണ്. ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ട് ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? കസ്റ്റമറുമായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്,
എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഇവിടെ എന്താ പറയുന്നത്, അതായത് ആ ഒരു ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസുകൾ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ആ ഒരു കടയുടെ ഉടമ ഈ കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിലുള്ളൊരു കോണ്ടാക്ട് വെക്കുന്നു. ക്ലിയർ ആണ് ആ പാരഗ്രാഫ്? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. Customer needs may be defined as the goods or services a customer needs to achieve a specific goals. Different needs are of varying importance to the customer. അതായത് കസ്റ്റമറിന്റെ സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെയും സേവനങ്ങളെയുമാണ് കസ്റ്റമർ നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കസ്റ്റമറിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, സാധനങ്ങളും സേവനങ്ങളും അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കസ്റ്റമർ നീഡ്സ്. ഓക്കെ. അതായത് എനിക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണി തിന്നണമെന്ന് ഒരു ലക്ഷ്യമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ വിചാരിച്ചത് എനിക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണി തിന്നണം. ഓക്കെ. എനിക്ക് ഹോട്ടലിലൊന്നും പോയി കഴിക്കാനായിട്ടൊട്ടും തന്നെ ഇഷ്ടമില്ല. എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി പാചകം ചെയ്ത് ഞാൻ തന്നെ കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എന്റെ വീട്ടിൽ ലഭ്യമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കുക അല്ലെ. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കുക ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്? മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് പറഞ്ഞേ. ചിക്കൻ വേണം, ബിരിയാണിയുടെ റൈസ് വേണം അല്ലെ. ഓക്കെ. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ആ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, അതായത് റൈസ് ആൻഡ് ചിക്കനെയാണ് കസ്റ്റമർ നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കേൾക്കുന്ന ചിരി വരാം. ഇത് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സാധനങ്ങളും സേവനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യാം. ദാറ്റ് ഈസ് കസ്റ്റമർ നീഡ്സ്. ഇവിടെ ഹോസ്പിറ്റലിലാവുമ്പോൾ എങ്ങനത്തെ ചുറ്റുപാടുകൾ നമ്മൾ ചിന്തിക്കണം. നിങ്ങളൊന്ന് ഓർത്തു, ഹോസ്പിറ്റൽ ആവുമ്പോൾ അതായത് എനിക്കൊരു രോഗം വന്നു, ആ രോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, ഹോസ്പിറ്റലിലെ സർവീസ് ഞാൻ സ്വീകരിക്കണം. അവിടെ കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ സർവീസസ് ആണ്. ഓക്കെ. അതും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണോ? കസ്റ്റമർ നീഡ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തൊരു പോയിന്റ് ആണ്. Customer expectations are influenced by cultural values, advertising, marketing, and other communications, both with the supplier and with the other sources. അതുപോലെ തന്നെ കസ്റ്റമറിന് ചില പ്രതീക്ഷകളുണ്ട്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലെ, അത് വാങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പോ ആ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഘടകങ്ങളാണ് കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾ. അതുപോലെ തന്നെ അഡ്വർടൈസിങ്, പരസ്യങ്ങള്, മാർക്കറ്റിംഗ്, ഇതൊക്കെ എന്താണ്? അതുപോലെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബോത്ത് വിത്ത് സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? എക്സ്പെക്ടേഷന് കാരണമാകാറുണ്ട്. ഇപ്പോ ഓണമൊക്കെ ആവുമ്പോൾ പുതിയ പുതിയ ഫോണുകളും മറ്റുമൊക്കെ പുറത്തിറങ്ങും അല്ലെ, അല്ലെങ്കിൽ അത് ഒരു മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഓഫർ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പ്രതീക്ഷകൾ, എനിക്കിപ്പോ ഒരു ഫോൺ വാങ്ങണം എന്ന് ഞാനിപ്പോ ഒന്ന് ഉദ്ദേശിക്കണം. എനിക്കിപ്പോ ഒരു ഫോൺ വാങ്ങണം, എനിക്ക് എന്താ പറയാ പുതിയതായിട്ടൊരു ഫോൺ വേണമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ നിശ്ചയിക്കുകയാണ്. അപ്പോ എനിക്ക് ആ ഒരു തോന്നല് വരുന്നതിന് മുമ്പായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഉണ്ട്. അത് കൾച്ചറൽ വാല്യൂസ് ഉണ്ട്, അതിനകത്ത് സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങള് അതിനകത്ത് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അഡ്വർടൈസിങ്, നമ്മൾ പല പരസ്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
പല സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക അല്ലെ. നിങ്ങൾ കാണാറില്ല, ഇപ്പൊ ടി വിയിലായാലും നമ്മുടെ ഫോണിലായാലും സോഷ്യൽ മീഡിയ വഴി ആയാലും പലതിലൂടെയും നമ്മൾ പത്രത്തിലൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സാധനം വാങ്ങിക്കണമെന്നൊരു തോന്നലുണ്ടാവും. പിന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, കുറെ ആളുകൾ വീടുകളിലൊക്കെ കുറെ സാധനങ്ങളുമായിട്ടൊക്കെ വരാറില്ലേ, സെയിലുമായി ബന്ധപ്പെട്ട് അവരുടെ സാധനങ്ങൾ വാങ്ങിയാൽ ഇന്ന ഓഫറിൽ ഇന്ന സാധനങ്ങൾ കിട്ടും. മാർക്കറ്റിംഗ് തന്ത്രമാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് സപ്ലയർ, നമുക്കൊരു കമ്പനിയുടെ സപ്ലയർ ആയിട്ട് നമുക്ക് അടുത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ ഒരു സപ്ലയർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചെന്നിരിക്കും. നമ്മുടെ അടുത്ത ഫ്രണ്ട് ആണെങ്കിൽ അവൻ നമുക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ ഓഫറിൽ സാധനങ്ങൾ തന്നിരിക്കും. അപ്പൊ സപ്ലയറുമായിട്ട് അതുപോലെ തന്നെ മറ്റ് സോഴ്സ് ഒക്കെ എന്താണ്, മറ്റു ചില സോഴ്സുകളും ഈ ഒരു കസ്റ്റമർ എക്സ്പെക്ടേഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. കൾച്ചറൽ വാല്യൂസ്, advertising, marketing and other communication both with the supplier and with the other sources. Clear ആണോ? Then ഒന്ന് കസ്റ്റമർ സർവീസ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കസ്റ്റമർ സർവീസ്. തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ഉപഭോക്തൃ സേവനം എന്നാണ് അതിന്റെ മീനിങ് വരിക. കസ്റ്റമർ സർവീസ്, ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്, is the provision of service to customers before, during and after a purchase. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഒരു സാധനം, ഒരു പർച്ചേസിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ നമ്മൾക്ക് കിട്ടുന്ന സർവീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു ഫോണിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലേ. ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഒരു കടയിൽ ചെല്ലുവാണ്. കടയിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? കസ്റ്റമർ സർവീസ് കിട്ടുന്നുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളൊരു ഫോൺ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങൾ കടയിൽ പോകുന്നു. അപ്പൊ ഫോൺ തന്നെ എടുക്കാം നമ്മൾക്ക്, അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞാല് അവര് നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോണിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് എന്ത് തരാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ നേരത്തെ ഫോൺ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഫോൺ നമ്മൾ വാങ്ങാനായിട്ട് ചെല്ലുവാണ്, വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ വാങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് നമുക്ക് ഇത്തരത്തിലുള്ള സർവീസ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ ഫോൺ വാങ്ങി നമ്മൾ ഉപയോഗിച്ചു. അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് പരാതി കൊടുക്കുക? നമ്മൾ എവിടെ കംപ്ലൈന്റ് ചെയ്യും? ആ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമർ സർവീസിലോട്ട് നമ്മൾ വിളിക്കുക, അല്ലെ? ശരിയല്ലേ? നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ? ഒരു പുതിയ ഫോൺ വാങ്ങി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു. അപ്പൊ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമർ സർവീസിലോട്ട് വിളിക്കും. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ധാരാളം സർവീസസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പും വാങ്ങിക്കഴിഞ്ഞതിന് ശേഷവും നമുക്ക് കിട്ടുന്ന സർവീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അക്കോർഡിംഗ് ടു ടർബനേറ്റൽ ലോ, ടർബനേറ്റൽ എന്ന് പറയുന്നത് ഒരുമിച്ചാണ് വരിക. ETAL എന്നവിടെ നീക്കി കൊടുത്തിട്ടുണ്ട്.
അതിന്റെ ആവശ്യമില്ല, സ്പേസ് ഒന്നുമില്ല. ടർബനേറ്റർ എന്ന് പറയുന്ന ഒരു ലോ ആണ് കേട്ടോ. 2002 ആ ലോ നിലവിൽ വന്നത്. ആ ലോ പ്രകാരം ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. Customer service is a series of activities designed to improve the level of customer satisfaction. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എന്ത് ഇവിടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരാളായിരിക്കില്ല കൊടുക്കുന്നത്, ഒരു ശൃംഖല തന്നെ ഉണ്ടാവും. നമ്മൾക്കറിയാം, ഫോണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോൺ കമ്പനിയില് ഫോണുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് നമ്മൾ വിളിച്ചെന്ന് വിചാരിക്കാം. നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും ഇന്ന നമ്പർ ഞെക്കാനായിട്ട് പറയും. നമ്മൾ അത് പ്രസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കാം. അയാളോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ തരും. പിന്നെ അയാൾ തന്നിട്ടുള്ള നമ്പറിൽ നമ്മൾ വിളിക്കും. അവിടെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ അയാളും വേറൊരു നമ്പർ തരും. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിലായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ഓഫ്, അതായത് ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആളുകൾ ഒരു ശൃംഖലയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ, കസ്റ്റമർ സർവീസ് എന്ന് പറയാം. ഒരാള് മാത്രമല്ല, പല രീതിയിലുള്ള പല ഹൈറാർക്കിയിലുള്ള ആളുകള് ഇതിന് പിന്നില് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, that is the feeling that a product or service has met the customer expectation. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സേവനമോ ഉപഭോക്തൃ പ്രതീക്ഷകൾ നിറവേറ്റുന്നുവോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതായത് ഈ ഒരു എന്തിനാണ് ഈ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് എന്തിനാ തരുന്നത് കസ്റ്റമർ സർവീസ് ആയിട്ട്? നമ്മൾ മേടിച്ച സാധനം നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒപ്പമായിട്ടാണോ ഉള്ളത്, നമ്മുടെ പ്രതീക്ഷകൾ അത് നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കസ്റ്റമർ സർവീസുകൾ ഉള്ളത്. ഒരു സാധനം നമ്മൾ വീട്ടിൽ മേടിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പുതിയ കാർ മേടിച്ചു കൊണ്ട് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്, എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് വന്നു വിചാരിക്കാം. അത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. Then customer services can be given by salesman or hospital executive, also through automated internet services. The medical receptionist is often the first person with whom patient has with the medical facility, giving patients individual attention, can go a long way in establishing their positive experience with the facility. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അത് തരുന്നത് ആരാണ്? സെയിൽസ്മാൻ ആണ്. നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സെയിൽസ്മാൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കടകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സെയിൽസ് ഗേൾ ഉണ്ടാവും, സെയിൽസ്മാൻ ഉണ്ടാവും. അവരാണ് നമുക്ക് കസ്റ്റമർ സർവീസ് നൽകുക. ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ അത് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസിലൂടെയും നമുക്ക് എന്ത് കിട്ടും? കസ്റ്റമർ സർവീസ് കിട്ടുന്നതാണ്. Okay, the medical receptionist is often the first person with whom patient has with the medical facility, giving patients individual attention, can go a long way in establishing their positive experience with the facility. ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. അതായത് മെഡിക്കൽ ഫെസിലിറ്റിയിൽ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. അവർക്ക് കൂടുതൽ, അതായത് ആളുകൾ വരുമ്പോൾ അവരെ കൂടുതൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ആർക്കാണ് കിട്ടുക? ഈ ഒരു വ്യക്തിക്കാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിക്കുള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവിന് സാധിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. അടുത്തത് വാട്ട് ഈസ് CRM നോക്കാം നമുക്ക്. എന്താണ് CRM?
ഇവിടെ അതിന്റെ ഫുൾ ഫോം തന്നെ കൊടുത്തിട്ടുണ്ട്. CRM stands for Customer Relationship Management. As the name indicates, CRM software is a system for managing relationship with the customers. CRM എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ്. അതായത് ഉപഭോക്താക്കൾക്കുള്ള അതായത് കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് CRM എന്ന് പറയുന്നത്. ഹോസ്പിറ്റലില് കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM. ഓക്കെ, health care customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third parties. Customer relationship management എന്ന് പറയുന്ന CRM സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിന്റെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ CRM സോഫ്റ്റ്വെയറിൽ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഉണ്ടാകും, അവരുടെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ മൂന്നാമതൊരാൾക്ക് കണ്ടെത്താത്ത വിധം അല്ലെങ്കിൽ മൂന്നാമതൊരാള് കൈ കടത്താത്ത രീതിയിൽ, അവർ പരിശോധിക്കാത്ത രീതിയിൽ, അതിനെയാണ് തേർഡ് പാർട്ടി ആക്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള അതായത് പേഷ്യന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങള് ഒരിക്കലും മൂന്നാമതൊരാള് അറിയാനായിട്ട് പാടില്ല. അത് ഹോസ്പിറ്റലും പേഷ്യന്റും മാത്രമേ അറിയാനായിട്ട് പാടുള്ളൂ. അപ്പൊ അത്തരത്തില് രോഗിയുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? CRM സോഫ്റ്റ്വെയർ മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ, നമുക്ക് അവിടം വരെ എടുത്താൽ മതി. ഇന്ന് ഞാൻ അവിടം വരെ എടുക്കുന്നുള്ളൂ. ബാക്കി എന്തായിരിക്കും ചെയ്യാൻ പോവാ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇവിടെ നമുക്ക് ക്ലാസ് മാത്രമായാലും ശരിയാവില്ലല്ലോ അല്ലേ? ആണോ? എന്തായിരിക്കും? ആ, 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാം. ഒന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. അപ്പൊ നമ്മളൊരു 3 ചാപ്റ്റർ കഴിഞ്ഞു, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ മൈക്ക് ഓൺ ചെയ്യുവാണ് കേട്ടോ. ചോദിച്ചോട്ടെ, നിങ്ങളുടെ പെർമിഷനോട് കൂടിയാണ് ചോദിക്കുന്നത് കേട്ടോ. ലെഫ്റ്റ് ചെയ്ത് പോവാതിരിക്കുക കേട്ടോ. കഴിവതും ആളുകൾ ലെഫ്റ്റ് ചെയ്ത് പോവാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ CRM വരെ എടുത്തു. ഇവിടെ എടുത്തിട്ട് ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ റിപ്ലൈ പറയാം. ഡൗട്ട് ഇല്ല? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം. ഞാൻ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം. ഞാൻ ക്ലാസ് എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഏതൊക്കെ പറയാനുണ്ട്? എല്ലാം വേണം. നമ്മുടെ ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സൈസ് കേട്ടോ.
അതിനകത്ത് തന്നെ ഒരു ഫസ്റ്റ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ജനറലി മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. അതുവരെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏതിന്നാണ് വേണ്ടത്? ആക്സിഡന്റ് അല്ല എമർജൻസി ആണോ? ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് പറയാത്തത്. അതും പറഞ്ഞതാണ്. ആദ്യം തൊട്ട് പറഞ്ഞാൽ നന്നായി, കാരണം ബുക്ക് ലാസ്റ്റ് കിട്ടിയതേ, അപ്പൊ അത് കാരണം അത് അനുസരിച്ചിട്ടൊക്കെ ക്ലാസ് കിട്ടിയേക്കണത്. ആക്സിഡന്റ് എമർജൻസി പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞിട്ടില്ല മിസ്സേ. പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതെടുത്ത് തരാം. അതെടുത്ത് തരാം. ഹെൽത്ത് കെയർ സിസ്റ്റവും ക്ലാസിഫിക്കേഷനും പറഞ്ഞു അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങള്? അത് പറഞ്ഞത് ആ 2 ചാപ്റ്റർ പറഞ്ഞത്. ആ 2 ചാപ്റ്റർ പറഞ്ഞു. ആക്സിഡന്റ് എമർജൻസി പറഞ്ഞു. ആക്സിഡന്റ് എമർജൻസിയില് ഇറ്റ് ഈസ് ഓപ്പൺ 24 hours എ ഡേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഈസ് ഓപ്പൺ. ആ പാരഗ്രാഫ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours എ ഡേ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് A&E assesses and treats people with a major trauma, serious injuries and illness and those in need of emergency treatment. അതും അണ്ടർലൈൻ ചെയ്യുക. Then in emergencies, patient with a loss of consciousness, confusion, persistent severe chest or abdominal pain, stroke, breathing difficulties, അതൊക്കെ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് പോവുക. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാതെ ഇരിക്കരുത്. ഇതൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അതായത് ഏതൊക്കെ പേരുകളിലാണ് അത് അറിയപ്പെടുക? ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുക എന്ന് പറഞ്ഞേ. അശ്വതി ശാന്തൻ എന്നാണോ? അശ്വതി സി ആണ്. ഓക്കെ. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുക ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? കാഷ്വാലിറ്റി, ED, A&E ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ. അപ്പൊ അത് 3 എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെടുക എന്ന് ചോദിക്കാം. അടുത്തത് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇമ്പോർട്ടന്റ് ആണ്. ഏത് ലൊക്കേഷനിലാണ് ചെയ്യുക? അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവാം, അണ്ടർഗ്രൗണ്ട് ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള പേരാണ് നമ്മള് ആൻസർ ആയിട്ട് പറയാ. ഏതാണ്? ആരതി, ഹരീഷേ, എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അതിനകത്ത് വരുന്നത്. ഡാഷ് ഈസ് ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്സ്. ഡാഷ് കളർ ഈസ് ഏത് കളറാണ്? റെഡ് കളർ. അതും വരാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ റിസസിറ്റേഷൻ ഏരിയ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് റിസസിറ്റേഷൻ ഏരിയ എന്ന്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് റിസസിറ്റേഷൻ ഏരിയ? ആരാ പറയാ? ഇസ്മി ബോബൻ. ഇസ്മി റിസസിറ്റേഷൻ ഏരിയ പറയാമോ ഒന്ന്? ശാലിനി, സനീഷ് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ശാലിനി. എന്താണ് റിസസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞേ? ശില്പ എനിക്ക് റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയാമോ?
ശില്പ ഓടിപ്പോയോ ചോദിച്ചപ്പോഴത്തേനും? ആൻസി ജെറോമേ, എന്താണ് റെസിസ്റ്റേഷൻ ഏരിയ? എന്താണ് ആരും ഒന്നും മിണ്ടാതെ ചോദിക്കുമ്പോ? മാം, ഡയഗ്നോസിസിന്റെ ശേഷം ഒരു പർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഏരിയക്ക് രോഗിനെ മാറ്റുന്നുണ്ട്. പറഞ്ഞാൽ എങ്ങനെയാണ് റെസിസ്റ്റേഷൻ ഏരിയ അല്ലെ? നമ്മള് എന്താ പറയാ, അതായത് രോഗിയെ നമ്മള് ഫസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ് റെസിസ്റ്റേഷൻ ഏരിയ. അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, എക്യുപ്മെന്റ് ഉണ്ടാകും. ഇതൊക്കെ വെച്ചിട്ട് രോഗിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തുന്ന ഒരു ഏരിയ ആണ് എന്ത് റെസിസ്റ്റേഷൻ ഏരിയ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് അതർ ഏരിയാസിൽ ഡീകണ്ടാമിനേഷൻ ഏരിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡീകണ്ടാമിനേഷൻ ഏരിയ കെമിക്കൽ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ ആണെന്ത് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, then triage is very important. ട്രയാജ് എന്ന് പറയുന്ന സെക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാജിനെ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടെന്ന്. അശ്വതി എന്ന് പറഞ്ഞ, അശ്വതി നേരത്തെ പറഞ്ഞ അശ്വതി തന്നെ ഒന്ന് പറയാമോ? വെരി അർജന്റ്, റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്. റെഡ്, യെല്ലോ, ഗ്രീൻ ആണ് കേട്ടോ, ബ്ലൂ അല്ല. ഗ്രീൻ ആണ് കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. റെഡ് കാറ്റഗറി ഏത് പ്രയോറിറ്റിയിലാ വരുന്നത്? റെഡ് വെരി അർജന്റ്. വെരി അർജന്റ് ആണ്. പ്രയോറിറ്റി 1. പ്രയോറിറ്റി 2 ഏത് കളറാണ്? പ്രയോറിറ്റി 2 യെല്ലോ. പ്രയോറിറ്റി 3 ആണെങ്കിലോ? ഗ്രീൻ. ഗ്രീൻ. പ്രയോറിറ്റി 4 ആണെങ്കിലോ? ബ്ലാക്ക്. ബ്ലാക്ക്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, ഞാൻ നോക്കട്ടെ ഇത് തരാൻ പറ്റുമെങ്കിൽ തരാം. ഏതൊക്കെ രോഗങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഏതൊക്കെ രോഗങ്ങളാണ് റെഡ് കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? റെഡ് കാറ്റഗറിയില് വെരി അർജന്റ് നെഞ്ചുവേദന, വയറുവേദന, ഓക്കെ, നെഞ്ചുവേദന, വയറുവേദന. ഗ്രീനില് ചതവ്, ഒടിവ്. ബ്ലാക്കില് മരിക്കാറായ. ഗ്രീൻ. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ട്രയാജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോർട്ട് ചെയ്യാന്നുള്ളതാണ് ട്രയാജിന്റെ എയിം എന്ന് പറയുന്നത്. അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരാന്ന് ചോദിക്കാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെഡിക്കോ ലീഗൽ കേസ് എന്താണ്? MLC എന്താണ്? അതുപോലെ കോഡ് ബ്ലൂ, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടത്. അതുപോലെ മെഡിക്കോ ലീഗൽ കേസസിൽ എന്തൊക്കെ വരാമെന്ന് ഉൾപ്പെടാം. പിന്നെ ഡാമ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതിന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. RTA, റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അതിന്റെ ഫുൾ ഫോം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ക്വാളിറ്റി ഇൻഡിക്കേറ്ററിലെ തേർഡ് പോയിന്റ് ഒന്ന് പറയൂ. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. അതായത് പറയാം, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞാല് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് എത്ര പേര് ഡോക്ടറെ കാണാതെ മടങ്ങി പോകുന്നുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡോക്ടറെ കാണാതെ എത്ര ശതമാനം ആളുകൾ മടങ്ങി പോകുന്നുണ്ട്. ഓക്കെ മാം, RTA ഫുൾ ഫോം ഒന്ന് പറയാമോ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഓക്കെ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. റിപ്ലൈ ചെയ്യാം കേട്ടോ. ചോദിക്കുമ്പോ മറുപടി പറയാ. ടീച്ചേഴ്സ് ചോദിക്കുമ്പോ മറുപടി പറയണം കേട്ടോ. ഓക്കെ ഓക്കെ, DAMA എന്താണ്? DAMA കണ്ടു. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്, റോൾ ഓഫ് എമർജൻസി റൂം.
ലാസ്റ്റ്. എത്രാമത്തെ പോയിന്റ് ആണ് റോൾ ഓഫ് എമർജൻസി റൂമില്? മെയിൻ്റനൻസ് ഓഫ് ഡാമ എന്നാണ് ഇതിനെ പറയാ കേട്ടോ. ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നിങ്ങൾ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പറഞ്ഞു തരുന്നതാണെന്ന്. അതായത് ഡോക്ടറുടെ അനുവാദം കൂടാതെ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസിനെ ഡാമ പേഷ്യൻസ് എന്നാണ് പറയാ. ഡോക്ടർ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ വ്യക്തി പറയാണ് എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഇഷ്ടാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവം ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നതിനെയാണ് ഡാമ എന്ന് പറയുന്നത്. ഡാമ വാങ്ങിച്ചു പോകുന്ന പേഷ്യൻസിനെ ഡാമ പേഷ്യൻസ് എന്നാണ് പറയാ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു.